വെൽക്കം ടു NRI വേൾഡ്. ആഗോള നിക്ഷേപകരെ സ്വാഗതം ചെയ്ത UAE. സംരംഭകർക്കും നിക്ഷേപകർക്കും പ്രത്യേക വിസ. UAE-യിലെ ബിസിനസ് സാധ്യതകൾ നേരിട്ട് മനസ്സിലാക്കാനും നടപടികൾ പൂർത്തിയാക്കാനുമാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വിസ നൽകുന്നത്. 60, 90, 120 ദിവസ കാലാവധിയുള്ളതാണ് ഇത്തരം വിസകൾ. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി വിസകളിൽ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. UAE-യിൽ ഒരു വർഷം 150 ദിവസത്തിൽ കൂടുതൽ താമസിക്കാൻ പാടില്ല. തിരഞ്ഞെടുക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യോഗ്യതയുള്ള പ്രൊഫഷണൽ ആയിരിക്കണം. 6 മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള പാസ്പോർട്ടും മടക്കയാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റും ഉണ്ടായിരിക്കണം. UAE-യിൽ സാധുതയുള്ള ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാണ്. നിക്ഷേപകർക്കും സംരംഭകർക്കും അനുകൂല അന്തരീക്ഷമാണ് രാജ്യത്തുള്ളതെന്നും അതിനാൽ വിദേശ നിക്ഷേപകർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് സർക്കാർ പറയുന്നത്. ഓസ്ട്രേലിയയിൽ വിദേശ നിക്ഷേപകർക്ക് വീടുകൾ വാങ്ങുന്നതിന് വിലക്ക്. 2 വർഷത്തേക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭവനക്ഷാമ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ഓസ്ട്രേലിയയിൽ നിലനിൽക്കുന്ന ഭവന പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ 1 മുതൽ വിദേശ നിക്ഷേപകർക്ക് നിലവിലുള്ള വീടുകൾ വാങ്ങുന്നതിന് വിലക്ക് പ്രഖ്യാപിച്ചു. ഈ നയം സ്വദേശികൾക്ക് പ്രതിവർഷം ഏകദേശം 1800 പ്രോപ്പർട്ടികൾ സ്വന്തമാക്കാൻ സഹായിക്കും. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയമായ പാർപ്പിട സൗകര്യത്തിനുള്ള അതൃപ്തി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. വിലക്ക് 2 വർഷത്തിൽ കൂടുതൽ നീട്ടണോ എന്ന് തീരുമാനിക്കാൻ അവലോകനം നടത്തും. നിർദ്ദിഷ്ട നിരോധനം ലക്ഷ്യമിടുന്നത് വിദേശത്തു നിന്നെത്തുന്നവർ നിലവിലുള്ള വീടുകൾ വാങ്ങുന്നതിനാണ്. പുതിയ വീടുകൾ വാങ്ങുന്നതിന് വിലക്കില്ല. നിരവധി ഓസ്ട്രേലിയക്കാരെ പ്രത്യേകിച്ച് സിഡ്നി, മെൽബൺ തുടങ്ങിയ വലിയ നഗരങ്ങളെ ബാധിച്ച താങ്ങാനാവുന്ന ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനാണ് ഈ പുതിയ നടപടി. ലേബർ പാർട്ടിയുടെ നയം ഓസ്ട്രേലിയയുടെ ഭവന വിപണിയിൽ വിദേശ നിക്ഷേപത്തിന്റെ സ്വാധീനം പരിമിതപ്പെടുത്താൻ ശ്രമിച്ച മുൻ സഖ്യ സർക്കാർ അവതരിപ്പിച്ച നയത്തിന് സമാനമാണ്. സിഡ്നിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭവന മൂല്യങ്ങൾ ഏകദേശം 70% ഉയർന്നു. ശരാശരി താമസവില ഇപ്പോൾ ഏകദേശം $1.2 മില്യൺ ആണ്. വാടകയും കുതിച്ചുയരുകയാണ്. ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിന്റെ കണക്കനുസരിച്ച് 2023 ജൂൺ 30 അവസാനിച്ച 12 മാസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ $4.9 ബില്യൺ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങി. ബാഹ്യ ഡിമാൻഡ് നിയന്ത്രിച്ച് ആഭ്യന്തര ഭവന വിപണി സ്ഥിരത കൈവരിക്കാൻ അനുവദിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കാർ പാർപ്പിടം കൂടുതൽ പ്രാപ്യമാക്കുക എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഫ്രഞ്ച് ഭാഷ അറിഞ്ഞില്ലെങ്കിൽ ഇനി ഫ്രാൻസിലേക്കുള്ള കുടിയേറ്റം വെല്ലുവിളി നിറഞ്ഞതാകും. സ്വദേശികൾക്ക് പോലും ദുഷ്കരമായ ഭാഷാ മാനദണ്ഡങ്ങളാണ് രാജ്യം നടപ്പിലാക്കുന്നതെന്ന വിമർശനമാണ് ഉയരുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഫ്രാൻസിന്റെ ഫ്രഞ്ച് ഭാഷാ പരിശീലനത്തിൽ പൗരന്മാർക്കിടയിൽ നിന്നു തന്നെ വിമർശനമുയരുകയാണ്. 2024 തുടക്കത്തിൽ പാസാക്കിയ കുടിയേറ്റ നിയമത്തിന്റെ ഭാഗമായാണ് ഈ പരിശോധനകൾ. കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളും കർശനമായ നാടുകടത്തൽ നയങ്ങളും നിയമത്തിൽ ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ സംസ്കാരവും ഭാഷയുമായി മികച്ച ഇടപഴകൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാഷാ പരീക്ഷയുടെ ചെലവ് €100 അഥവാ 900 രൂപയാണ്. മുൻപ് ഫ്രഞ്ച് ദേശീയതയ്ക്കോ ദീർഘകാല താമസത്തിനോ അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഭാഷാ പരിശോധനകൾ ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പുതിയ നിയമപ്രകാരം എല്ലാ വിദേശികളായ താമസക്കാർക്കും പ്രാവീണ്യം തെളിയിക്കാൻ എഴുത്തുപരീക്ഷ വിജയിക്കുകയും വേണം. താമസ പെർമിറ്റിന്റെ സാധുതാ കാലയളവിനെ ആശ്രയിച്ച് ആവശ്യമായ ഭാഷാ കഴിവുകൾ വ്യത്യാസപ്പെടും. അതിനാൽ 2 മുതൽ 4 വർഷം വരെ താമസ പെർമിറ്റിന് കുറഞ്ഞ തലത്തിലുള്ള ഭാഷാ പ്രാവീണ്യം ആവശ്യമാണ്. 2023 കണക്കനുസരിച്ച് ഏകദേശം 1,19,000 ഇന്ത്യൻ വംശജർ ഫ്രാൻസിലുണ്ട്. ഇതിൽ 29,000 പ്രവാസി ഇന്ത്യക്കാരും 90,000 ഇന്ത്യൻ വംശജരും ഉൾപ്പെടുന്നു. 2024 ഫ്രാൻസ് 3,36,700 ആദ്യ താമസ പെർമിറ്റുകൾ നൽകി. 2023 അപേക്ഷിച്ച് 1.8% വർധന. ഈ ഭാഷാ ആവശ്യകതകൾ അവതരിപ്പിക്കുന്നതോടെ അപേക്ഷകരുടെ എണ്ണം കുറയാനിടയുണ്ട്. പുതിയ നിയമങ്ങൾ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ സാരമായി ബാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടിവരും. നിങ്ങൾ വിയറ്റ്നാം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കായി വിസ ഓൺ അറൈവൽ സംവിധാനം ആരംഭിക്കുകയാണ് വിയറ്റ്നാം സർക്കാർ. ബീച്ചുകൾ, നദികൾ, ബുദ്ധ പഗോഡകൾ എന്നിവയ്ക്ക് പേരുകേട്ട തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തിൽ അനന്തമായ ടൂറിസം സാധ്യതകളാണുള്ളത്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ വളരെ ശക്തമായ ഉഭയകക്ഷി ബന്ധമുണ്ട്.
അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതിൽ വലിയ താൽപ്പര്യമാണ് വിയറ്റ്നാം സർക്കാരിനുള്ളത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ അടുത്ത കാലത്തായി വിയറ്റ്നാം ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 2,50,000-ത്തിലധികം ഇന്ത്യൻ യാത്രക്കാർ വിയറ്റ്നാം സന്ദർശിച്ചു. കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. മെച്ചപ്പെട്ട കണക്ടിവിറ്റി, വിയറ്റ്നാമിന്റെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ ആകർഷണങ്ങളിൽ വർദ്ധിച്ചുവരുന്ന താൽപ്പര്യം, ബിസിനസ് അവസരങ്ങൾ എന്നിവയാണ് ഈ വർധനവിന് പ്രധാന കാരണം. നിലവിൽ പല ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും ഇന്ത്യൻ യാത്രക്കാർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിയറ്റ്നാം നിലവിൽ 25 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുന്നു. മലേഷ്യയും സിംഗപ്പൂരും 162 രാജ്യക്കാർക്കും, ഫിലിപ്പീൻസ് 157 രാജ്യക്കാർക്കും, തായ്ലൻഡ് 93 രാജ്യക്കാർക്കുമാണ് വിസ ഇളവുകൾ നൽകുന്നത്. നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിയറ്റ്നാം സന്ദർശിക്കാൻ വിസ ആവശ്യമാണ്. ഏറ്റവും സൗകര്യപ്രദമായ ഓപ്ഷൻ വിയറ്റ്നാം ഇ വിസയാണ്. ഇത് 90 ദിവസത്തേക്ക് ഒറ്റ അല്ലെങ്കിൽ ഒന്നിലധികം എൻട്രികൾ അനുവദിക്കുന്നു. യാത്രയ്ക്ക് 15 ദിവസം മുമ്പെങ്കിലും ഓൺലൈനായി അപേക്ഷിക്കുക. ജീവിത ചെലവ് താങ്ങാനാകാതെ ന്യൂസിലാൻഡ് വിട്ടുപോയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 1,28,700 പേർ ന്യൂസിലൻഡ് വിട്ട പുറത്തേക്ക് പോയി. 2023 ഇത് 1,01,585 ആയിരുന്നു. അതേസമയം സ്റ്റാറ്റിസ്റ്റിക്സ് ന്യൂസിലൻഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കുടിയേറ്റക്കാരുടെ വരവിൽ ഇന്ത്യക്കാരാണ് മുന്നിൽ. വരവ് കുറഞ്ഞതും പുറത്തേക്ക് പോകുന്നത് വർദ്ധിച്ചതും നെറ്റ് മൈഗ്രേഷനിൽ ഗണ്യമായ കുറവുണ്ടാക്കിയതായി ഡാറ്റ കാണിക്കുന്നു. 2024 രാജ്യത്തേക്ക് വരുന്നവരുടെ എണ്ണം 32% കുറഞ്ഞ് 1,55,800 ആയി. 2023 ഒക്ടോബറിൽ 1,35,600 ആയിരുന്ന അറ്റക്കുടിയേറ്റം കഴിഞ്ഞ വർഷം അവസാനത്തോടെ 27,100 ആയി കുറഞ്ഞു. 2024 27,100 പേരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പൗരന്മാരാണ്. സ്റ്റുഡന്റ് വർക്ക് വിസ പ്രോഗ്രാമുകളിലൂടെ നിരവധി പേർ എത്തിച്ചേരുന്ന മൈഗ്രേഷൻ കണക്കുകളിൽ സ്ഥിരമായി മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. എന്നാൽ സാമ്പത്തിക സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന കുടിയേറ്റ നയങ്ങളും മൊത്തത്തിലുള്ള ഒഴുക്കിനെ സ്വാധീനിക്കാൻ ആരംഭിച്ചു. 2024 നവംബറിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് 2019 നവംബറിലെ കണക്കുകളുടെ 129%. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിൽ ആഗോള കേന്ദ്രമാകാൻ തയ്യാറെടുത്ത അബുദാബി സ്പേസ് 42 കമ്പനിയുമായി 37.8 കോടി ദിർഹത്തിന്റെ കരാറിൽ ഒപ്പിട്ടു. സൗദി തൊഴിൽ നിയമത്തിലെ പുതിയ ഭേദഗതികൾ പ്രാബല്യത്തിൽ. 6 ആഴ്ചത്തെ പ്രസവാവധി വനിതാ ജീവനക്കാർക്ക് അനുവദിക്കും. ആഡംബര ബോട്ടുടമകൾക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച ദുബായ്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിൽ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ പുനഃസ്ഥാപിച്ചു. ഒരേ സന്ദർശന വിസയിൽ ഒന്നിലധികം തവണ വരാൻ ഇതുവഴി സാധിക്കും. പ്രവാസി തൊഴിലാളികൾക്ക് 6 മാസത്തെ വർക്ക് പെർമിറ്റ് അനുവദിച്ച ബഹ്റിൻ. നിലവിലുള്ള 1 വർഷത്തെയും 2 വർഷത്തെയും വർക്ക് പെർമിറ്റുകൾക്ക് പുറമേയാണിത്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ ഒരു ലോക സഞ്ചാരം. സൂര്യൻ അസ്തമിക്കാത്ത ഒരു നാട്. എപ്പോഴുമല്ല, വേനൽക്കാലത്ത് 2 മാസക്കാലം മാത്രം. അതുകൊണ്ടെന്താ, കള്ളന്മാരുടെ ശല്യം കുറവാണ്. ഈ നാടിന് ക്രിസ്മസുമായും ഒരു ബന്ധമുണ്ട്.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിൽ ഏറ്റവും വില കൂടിയ ചായ ഏതാണ്? വില കേട്ടാൽ ഞെട്ടും. വെറും 8,66,88,800 രൂപ മാത്രം. 1 കിലോഗ്രാമിനാണ് കേട്ടോ ഈ വില.